ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കേസുകളിൽ നമുക്ക് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചില ടാസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഫ് എൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുകയും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു പ്രക്രിയ നമുക്ക് നമ്മളുടെ കോഡിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ഇന്റലിജൻസ് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഡിറൈവ്ഡ് വെർഷനാണ് നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്ന സംഭവം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം ഇന്ന്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളൊരു ഡെമോ പ്രോഗ്രാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവിൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഞെട്ടരുത്. കോവിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാവരും വാക്സിന് വേണ്ടിയിട്ട്, കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ലോജിക്കും ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളൊരു ചെറിയൊരു പോർഷൻ മാത്രം അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കോവിൻ പ്ലാറ്റ്ഫോമും ഇതും തമ്മിൽ ആനയും ആടും വ്യത്യാസമുണ്ട്. എന്നാലും ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പാവങ്ങളുടെ കോവിൻ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇത് എന്താണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂസറിൻ്റെ മുന്നേ നമ്മൾ ഒരു കോവിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അയാളോട് വയസ്സ് ചോദിക്കുന്നു, അയാളുടെ വയസ്സ് എത്രയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ വയസ്സ് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ 45 വയസ്സോ അതിന് മേലെയുള്ള ആൾക്കാർക്ക് മാത്രമേ വാക്സിൻ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ അതിന് താഴെയുള്ളവർക്ക് വാക്സിൻ ഇല്ല. അപ്പോൾ ആ ഒരു ലോജിക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കോഡെല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വയസ്സ് ചോദിക്കുന്നു. ആ വയസ്സ് അയാൾ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോറായി കിട്ടുന്നു. ആ കിട്ടുന്നത് സ്ട്രിങ് വേരിയബിൾ ആണ്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റീജർ നമ്പർ ആക്കി മാറ്റുന്നു. കാരണം വയസ്സ് ഒരിക്കലും 49.5 എന്നൊന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ലെങ്കിൽ നമ്മൾ കൃത്യം ആ ഒരു വയസ്സങ്ങ് പറയും, ഒരു ഇൻറ്റീജർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് പറയാം. അപ്പോൾ ആ വയസ്സ് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള വയസ്സ് നമ്മളിവിടെ ഇൻറ്റീജർ ആക്കിയിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് 45 വയസ്സായോ അല്ലെങ്കിൽ അതിന് മേലെയാണോ താഴെയാണോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇയാളുടെ വയസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എളുപ്പമാണ്, നമ്മളൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് എൽസ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നമുക്ക് അതനുസരിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45. അപ്പോൾ വയസ്സ് 45നോ അല്ലെങ്കിൽ അതിന് മേലെയോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ എൽസ് കഴിഞ്ഞ് വരുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ എൽസ് കഴിഞ്ഞ് വരുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. എന്താണ്? പ്രിന്റ് സോറി യു നീഡ് ടു ബി 45 ടു ടേക്ക് വാക്സിൻ അറ്റ് ദിസ് മൊമെന്റ്. ഈ സമയത്ത് നിങ്ങൾ 45 വയസ്സെങ്കിലും വേണം വാക്സിൻ എടുക്കണമെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാം, എന്നിട്ട് എക്സിറ്റ് ആവാം. അല്ല, ഇയാൾക്ക് 45 വയസ്സിന് മേലെയാണ് ഇയാളുടെ വയസ്സെങ്കിൽ അങ്ങനെയെങ്കിൽ ഇയാളോട് ചോദിക്കണം, അതായത് ഇയാൾക്ക് എന്ത് വാക്സിനാണ് ആവശ്യം. നമ്മളുടെ കയ്യിൽ 3 വാക്സിൻ ഉണ്ട്, കോവിഷീൽഡ് ഉണ്ട്, കോവാക്സിൻ ഉണ്ട്, സ്പുട്നിക് ഉണ്ട്. അപ്പോൾ ഈ 3 വാക്സിനിൽ ഏത് വാക്സിൻ വേണം എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ +0 ഫോർ കോവിഷീൽഡ്, 1 ഫോർ കോവാക്സിൻ, 2 ഫോർ സ്പുട്നിക് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നത്? വെറുതെ അയാൾക്ക് കോവിഷീൽഡ് നിന്ന് അടിച്ചാൽ പോലെ എന്നൊക്കെ സംശയം വരും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ അടിക്കുമ്പോൾ കോവിഷീൽഡ് മൊത്തം അടിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടാവില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിന് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നമ്പർ ഓരോ വാക്സിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യണം. 0 ആണെങ്കിൽ കോവിഷീൽഡ്, 1 ആണെങ്കിൽ കോവാക്സിൻ, 2 ആണെങ്കിൽ സ്പുട്നിക്. അപ്പോൾ നമുക്ക് കമ്പാരിസനെ കുറച്ച് എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അയാൾ ഒരു കോഡ് പ്രസ് ചെയ്യുന്നു, 0 പ്രസ് ചെയ്യുന്നു കോവിഷീൽഡിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ, അത് ആക്ച്വലി ആ നമ്പറായിട്ടല്ല വരുന്നത്, സ്ട്രിങ് വേരിയബിൾ ആയിട്ടാണ് ആ 0 വരുന്നത്. ആ 0 നേരെ വാക്സിൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ആകുന്നു.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താണ്, നമുക്ക് അതിനെ നമ്പറായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ നമ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഇൻറ്റീജർ ആക്കി മാറ്റുന്നു. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് കിടക്കുന്ന സ്ട്രിങ് ഡാറ്റേനെ നമ്മൾ ഇൻറ്റീജർ ആക്കി മാറ്റിയിട്ട് അത് വീണ്ടും വാക്സിൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ വാക്സിൻ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് അയാളെ ഗൈഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, ഏത് ആശുപത്രി വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അയാളെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്തൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതായത് എന്താണ്, ഈ വാക്സിൻ ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്തത് 0 ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ നിങ്ങൾ ചൂസ് ചെയ്ത ടൈമിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ നിങ്ങളുടെ വാക്സിൻ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വാക്സിൻ്റെ വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്ത വാക്സിൻ 1 ആണെങ്കിൽ എങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസിൽ ഇത് അവൈലബിൾ ആണ് ഈ ഡേറ്റിൽ. അല്ല നിങ്ങൾ ചൂസ് ചെയ്ത് 2 ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ പ്രിഫറൻസിലുള്ള വാക്സിൻ ഈ ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റിൽ നമുക്ക് കിട്ടും ഈ പറഞ്ഞ ഡേറ്റിൽ. ഇല്ല, ഇതൊന്നും അല്ലാത്തൊരു നമ്പറാണ് നമ്മൾ ചൂസ് ചെയ്യണം, 4 അല്ലെങ്കിൽ 3 അതൊക്കെയാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് കാണിക്കും, നിങ്ങൾ ചൂസ് ചെയ്ത ആ ചോയ്സ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, യു ഡിഡ് ദ റോങ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്താണ്, സപ്പോസ് ദ വാല്യൂ ഓഫ് വാക്സിൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഈ ഈക്വൽ ടു എന്ന് കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടുത്തെ ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ജസ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇത് കമ്പാരിസൺ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ സിംഗിൾ ഓപ്പറേറ്റർ, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഈ ഒറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് അസൈൻ ദിസ് വേരിയബിൾ വിത്ത് ദ വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ്. LHSലേക്ക് RHS നിന്ന് കിട്ടുന്ന വാല്യൂ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യണം. ഈ വാക്സിൻ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അകത്തുള്ള ഡാറ്റ അതും 0യും സെയിം ആണോ എന്നുള്ളതാണ് ഈ ചെക്കിങ്. വാക്സിൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ട്രൂ വെൻ ദ വാല്യൂ ഓഫ് വാക്സിൻ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിൽ വാക്സിൻ എന്ന് പറയുന്ന സാധനം അതിന്റെ വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ട്രൂ, ദി സ്റ്റേറ്റ്മെന്റ് വിൽ ബി ട്രൂ ബിക്കോസ് 1 ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വരും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ ദിസ് വിൽ ബി ഗോയിങ് ഇൻ ദി അതർ ഡയറക്ഷൻ, അത് തെറ്റായി പോകും. അപ്പോൾ വാക്സിൻ ഈക്വൽ ടു 2 ആണെങ്കിൽ ദെൻ ദിസ് വിൽ ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടിങ് ദിസ് വൺ. ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് വാല്യൂ ആണെങ്കിലും എന്ത് പറ്റും, ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ കോവിൻ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഇതിനെ വേണമെങ്കിൽ പൊലിപ്പിച്ച് എത്ര വേണമെങ്കിലും കൂട്ടാട്ടോ. ഈ കാണുന്ന വാക്സിൻ ഈക്വൽ ടു 0, അപ്പോൾ കോവിഷീൽഡാണ് ഇയാൾ ചൂസ് ചെയ്തത്. യു സെലക്ടഡ് കോവിഷീൽഡ്, ക്ലിക്ക് ഹിയർ ടു സീ ദ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഗിവിംഗ് കോവിഷീൽഡ് ഓൺ യുവർ പ്രിഫേർഡ് ടൈം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് ഈ പറയുന്ന ഡേറ്റിൽ ഈ പറയുന്ന വാക്സിൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് ഉറപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് ടൈമിൻ്റെ കാര്യം ഏത് ടൈം വേണം എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. പക്ഷേ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എസൻസ് ഇത്രയേ ഉള്ളൂ. അതായത് if-else സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് if-else സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാം. അപ്പോൾ അത് എന്ന് പറയാൻ ആദ്യം ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം ചെക്ക് ചെയ്യേണ്ട if-elseകളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇഫ് ദിസ് ഇസ് ട്രൂ ദെൻ യു ഹാവ് ടു do something else inside this. You have to do some decision making inside this. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഫിന്റെ അകത്ത് ഇഫ്, അതിന്റെ അകത്ത് ഇഫ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ല, അതിനെയാണ് ഈ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ നെസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻഡന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത്, ഇൻഡന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കേർലി ബ്രാക്കറ്റും കൊണ്ടൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇൻഡന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന പോലെ നെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് സ്പേസ് ഇട്ട് വെക്കും. എന്നിട്ട് ആ സ്പേസ് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ എഴുതി പോണത്, കോഡ് എഴുതി പോണത്. അപ്പോൾ ഈ ഇഫിന്റെ അകത്ത് വരുന്ന ഒരു ഇഫിന്റെ അകത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്പേസും കൂടി ഇട്ടിട്ടായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിന് മനസ്സിലാവും, അല്ലെങ്കിൽ എറർ അടിച്ച് കാണിക്കും.
അപ്പോൾ ഇൻഡന്റേഷൻ കറക്റ്റ് അതേപോലെ അലൈൻഡ് ആയിട്ട് തന്നെ വരണം. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ എല്ലാം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കണ്ടുപിടിക്കാം. എൻ്റർ യുവർ ഏജ് 45, എൻ്റർ യുവർ വാക്സിൻ ചോയ്സ് 0. You selected Covishield. Click here to see the list of hospitals giving Covishield on your referred time. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ്. ഇതിനകത്ത് ഇനി കൂടുതൽ ഇൻട്രാക്റ്റബിലിറ്റി ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങും പോയി ക്ലിക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്തുതരാം, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ അടുത്തതിനൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് എൻ്റർ യുവർ ഏജ് 32. ശരി, അങ്ങനെയാണെങ്കിൽ സോറി യു നീഡ് ടു ബി 45 ടു ടേക്ക് വാക്സിൻ അറ്റ് ദിസ് മൊമെൻറ്റ്. അടിപൊളി. അപ്പോൾ അങ്ങനെ അത് വർക്ക് ചെയ്യാണ്ട്. അപ്പോൾ 45 താഴെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എൻ്റർ യുവർ ഏജ് 46. ഇയാൾക്ക് വേണ്ടത് കോവാക്സിനാണ്. അങ്ങനെയാണെങ്കിൽ ചൂസ് 1. അങ്ങനെയാണെങ്കിൽ എന്ത് മെസ്സേജ് വരും? യു സെലക്ടഡ് കോവാക്സിൻ. ക്ലിക്ക് ഹിയർ ടു സീ ദ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഗിവിംഗ് കോവാക്സിൻ. ശരി, ഇനി നമുക്ക് സ്പുട്നിക്കിന് വേണ്ടിയിട്ട് ഒരാളെ നമുക്ക് വിടാം. അയാൾക്ക് വയസ്സ് 101. എൻ്റർ യുവർ വാക്സിൻ ഓഫ് ചോയ്സ്. അയാൾ സ്പുട്നിക് ആണ് ചൂസ് ചെയ്യണത്. യു സെലക്ടഡ് സ്പുട്നിക്. ക്ലിക്ക് ഹിയർ ടു സീ ദ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഗിവിംഗ് സ്പുട്നിക് ഓൺ യുവർ പ്രിഫേർഡ് ടൈം സ്ലോട്ട്. വേണമെങ്കിൽ നമുക്ക് ഫൈസറിൻ്റെ വാക്സിനെ കൊടുക്കാറുണ്ട്. അതാകുമ്പോഴത്തേക്കും ഏറ്റവും എഫിഷ്യൻസി കൂടിയ വാക്സിനാണ് ഈ COVID-19-നെതിരെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തു നോക്ക്. അങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കാം. ഒരു അഡീഷണൽ എലിഫ് കണ്ടീഷനും കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈസർ വാക്സിൻ കൊടുക്കാൻ പറ്റും. ഫൈസറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അറിയാലോ, PFIZER, അതാണ് ഫൈസർ. ഓക്കെ, ഫൈസറിൻ്റെ വാക്സിൻ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു കണ്ടീഷനായിട്ട് വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരീക്ഷയൊക്കെ നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കോവിൻ പ്ലാറ്റ്ഫോം, നമ്മുടെ പാവങ്ങളുടെ കോവിൻ പ്ലാറ്റ്ഫോം വർക്കിംഗ് കണ്ടീഷനിലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കുറച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന പൈത്തൺ പ്രോഗ്രാമിങ്. ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ കാര്യങ്ങൾ കണ്ടന്റൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വെറുതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചാടി വീണ് അത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും നമ്മളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സൈഡിൽ തന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.